everyone, welcome back to Tanvi's Diary. യുകെയിലെ വരുന്ന സ്റ്റുഡൻസിന്റെ വൺ ഓഫ് ദ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിലെ പാർട്ട് ടൈം ജോബ്സിനെ പറ്റിയിട്ടാണ്. യുകെയിലെ സ്റ്റുഡൻസ് പഠിക്കാനായിട്ട് വരുന്നെങ്കിലും പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് എല്ലാവരുടെ ലക്ഷ്യമാണ്. ഫീസ് പേ ചെയ്യണം. അപ്പോൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ്സ് ഏതാണ്, അതുപോലെ തന്നെ അവർലി റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പേ കിട്ടുന്ന പാർട്ട് ടൈം ജോബ്സ്, ലീഗൽ റെസ്ട്രിക്ഷൻസ് വല്ലതും ഉണ്ടോ, ഇങ്ങനെ കുറേ ഡൗട്ട്സുകളുണ്ട് പാർട്ട് ടൈം ജോബ്സിനെ ബേസ് ചെയ്തിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ പാർട്ട് ടൈം ജോബ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലീഗലി നമുക്ക് 20 hours സ്റ്റുഡൻസിന് അലൗഡ് ഉള്ളൂ യുകെയിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ 20 hours നമ്മൾ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം മുഴുവൻ കാണാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഏത് പാർട്ട് ടൈം ജോബ് ചൂസ് ചെയ്താലും നിങ്ങൾ ഏത് ഫീൽഡിൽ വരണോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടുവാണെങ്കിൽ അതാണ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാർട്ട് ടൈം ജോബ് ആണെങ്കിലും പിന്നീട് പഠിച്ചു കഴിഞ്ഞ് വർക്ക് വിസ ആണല്ലോ എല്ലാവരുടെയും മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് വിസയ്ക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോബിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഭൂരിഭാഗം അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നിങ്ങളത് ട്രൈ ചെയ്യുക. ഇനി അതൊക്കെ നിങ്ങളുടെ കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പാർട്ട് ടൈം ജോബ് കിട്ടിയില്ലെങ്കിൽ ബാക്കി ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ്സിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിൽ എപ്പോഴും വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ നഴ്സുമാർക്കാണല്ലോ, ഹെൽത്ത് സെക്ടറിലാണ് എപ്പോഴും ഷോർട്ടേജ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിനായാലും ഈസി ആയിട്ട് ജോബ് കിട്ടുന്ന സ്ഥലമാണ് കെയർ ഹോമുകൾ. നിങ്ങളിപ്പോൾ ഏത് ഏരിയയിൽ വരണോ അവിടെ നിങ്ങൾക്ക് കെയർ ഹോമിൽ ജോബ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് കെയർ അസിസ്റ്റൻറ്റ് ജോബിൻ ഏത് ലൊക്കേഷനാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സ്കോട്ട്ലൻഡിൽ അബർഡീനിലാണ്. അപ്പോൾ കെയർ അസിസ്റ്റൻറ്റ് ജോബിൻ അബർഡീൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ അബർഡീനിലുള്ള കെയർ ഹോമുകളിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെറുപ്പഴാന്ന് എല്ലാ കെയർ ഹോമിലും അപ്ലൈ ചെയ്തിടുക. നമുക്ക് എവിടെന്നാ വിളിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് അൺസക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങും കുറേയൊക്കെ വരുന്നത്. എന്നാലും നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. കെയർ ഹോമിൽ നിങ്ങൾ കയറി കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷിഫ്റ്റൊക്കെ നമുക്ക് ചെയ്താൽ മതി. കാരണം മോസ്റ്റ് ഓഫ് ദ കെയർ ഹോമുകളിലും ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 12 hour ഷിഫ്റ്റ് അല്ലെങ്കിൽ 10 hour ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നൈറ്റോ അല്ലെങ്കിൽ ഡേ ആണെങ്കിൽ നിങ്ങൾ വീക്കെൻഡ് നോക്കി വീക്കെൻഡ് എടുക്കുക, അല്ലെങ്കിൽ 2 നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു. ജോബുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഷോപ്പുകളിൽ ബർഗർ കിങ് അല്ലെങ്കിൽ KFC അങ്ങനത്തെ ജോബുകളാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈവനിങ് ജോബായിരിക്കും. അപ്പോൾ അത് 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 3-4 ദിവസം നിങ്ങൾ അതിന് വേണ്ടി പോകേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സും കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ഒരു ഫീലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ യുകെയിൽ വർക്ക് വിസ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഫ്രീക്വന്റ്ലി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഏത് കോഴ്സ് പഠിച്ചാലും ചേച്ചി വർക്ക് വിസ കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ PR കിട്ടുക എന്നുള്ള ക്വസ്റ്റ്യൻ. ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നത് നഴ്സിംഗ് മാത്രമാണ് നമുക്ക് ജോബ് കിട്ടും എന്നൊരു ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ കഴിവും അതുപോലെ ലക്ക് ഫാക്ടറും നിങ്ങൾ എന്തോരം ഇൻപുട്ട് ഒരു കോഴ്സിന് ഇടുന്നു അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കും. അപ്പോൾ കെയർ ഹോമിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ കേസ് ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നാട്ടിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊന്നും വരില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നുകൂടായില്ലല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം സീനിയർ കെയർ വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കെയർ ഹോമിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സീനിയർ കെയർ വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നാട്ടിൽ നിന്ന് നമുക്ക് നഴ്സുമാർക്കാണല്ലോ കൂടുതൽ സീനിയർ കെയർ വിസയിൽ വരുന്നത്, അല്ലാതെയും വരുന്ന ആൾക്കാരുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഇവിടെ നമ്മൾ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈസിലി സീനിയർ കെയർ വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മാൻഡേറ്ററി ആയിട്ട് കെയർ ഹോം എക്സ്പീരിയൻസ് വേണം. ഇതിന് ഈ സീനിയർ കെയർ വിസയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കുറേ ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. കാരണം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ ജോലിയല്ല നിങ്ങൾ ചെയ്യുന്നത്. 5 വർഷം നിങ്ങൾ സീനിയർ കെയറായിട്ട് തന്നെ ജോലി ചെയ്യണം. പക്ഷേ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ PR കിട്ടും. യുകെയിൽ PR കിട്ടാനുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സീനിയർ കെയർ വിസയിൽ നിന്ന് PR കിട്ടാനായിട്ട് നമുക്ക് 100% ഉറപ്പാണ് PR കിട്ടും. അപ്പോൾ അതിനുള്ള ഒരു മെയിൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കെയർ ഹോമിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇത് ഞാൻ എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമല്ല കേട്ടോ. സീനിയർ കെയർ വിസയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് യാതൊരു ഓപ്ഷനും ഇല്ലെങ്കിൽ, അത് നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു സ്റ്റേജാണ്. ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം ഉള്ളൊരു ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്.
പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏത് സ്റ്റുഡൻ്റ് ആയാലും കൂടുതലും കെയർ ഹോമിലൊക്കെ ചെയ്യാൻ നല്ലത് നഴ്സിംഗ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് കോഴ്സ് ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഹെൽത്ത് സെക്ടർ ആണല്ലോ അത്. പക്ഷെ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടുതലും ഹോസ്പിറ്റലിൽ പ്ലേസ്മെൻറ്റ് വഴി അല്ലെങ്കിൽ ബാങ്ക് സ്റ്റാഫ് ഒക്കെ ആയിട്ട് നമുക്ക് ജോലി കിട്ടും. അല്ലാത്ത സ്റ്റുഡൻസ് ആണ് കെയർ ഹോമിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു 6 മാസമൊക്കെ കെയർ ഹോമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കെയർ ഹോമിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് NHSലും നമുക്ക് അപ്ലൈ ചെയ്യാം. NHSലെ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ എന്ന് പറയുന്ന വേക്കൻസീസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് NHS ജോബ് അപ്ലൈ ചെയ്യാം. ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്ക് തന്നെയല്ല, NHSൽ പോർട്ടറായിട്ട് ചെയ്യാം. പോർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രോളി ഒക്കെ ഇല്ലേ, ഇപ്പോൾ പേഷ്യൻസിനെ വീൽ ചെയർ പേഷ്യൻസിനാണ് എക്സ്റേക്ക് സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത്. പോർട്ടർ ജോബ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി പോസ്റ്റുകളുണ്ട് NHSൽ. അപ്പോൾ നമുക്ക് NHSൽ പല കാറ്റഗറി ഉണ്ട്. അത് കൂടുതലും ബാൻഡ് 2 ആണ്. NHSലെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ഞാൻ മനസ്സിലാവാനായിട്ട് പറയുകയാണെങ്കിൽ നഴ്സുമാരുടെ ബാൻഡ് എന്ന് പറയുന്നത് ബാൻഡ് 5 ആണ്. അപ്പോൾ ഏറ്റവും ലോ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് 1 ഉണ്ട്, അത് ട്രെയിനി പോസ്റ്റുകൾക്കാണ്. അല്ലാതെ ബാൻഡ് 2 ആണ്. ഇപ്പോൾ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ ക്ലീനിങ് ഏരിയയിൽ വരണവരാട്ടോ. പിന്നെ പോർട്ടേഴ്സ്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബാൻഡ് 2 പോസ്റ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ബാൻഡ് 2 പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും NHSൽ. NHSൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കാര്യം NHSൽ പേ കൂടുതലാണ്. മെയിൻലി വീക്കെൻഡുകൾക്ക് നമുക്ക് സൺഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഡബിൾ പേയുടെ അടുത്ത് കിട്ടും. വീക്കെൻഡ് ആണെങ്കിൽ അതായത് സാറ്റർഡേ ആണെങ്കിൽ 30 അല്ലെങ്കിൽ 40% സാറ്റർഡേ പേ കിട്ടും. നൈറ്റ് ആണെങ്കിൽ നൈറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ എക്സ്ട്രാ എമൗണ്ട് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കെയർ ഹോമിൽ 1 മണിക്കൂർ 9 പൗണ്ടിനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ NHSൽ വീക്കെൻഡ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു 12 അല്ലെങ്കിൽ 13 പൗണ്ട് കിട്ടുക. അപ്പം നിങ്ങൾക്ക് 20 hours നിങ്ങൾക്ക് അലൗഡ് ഉള്ളൂ ലീഗലി വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 20 hours നിങ്ങൾ NHSലെ വീക്കെൻഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും കെയർ ഹോമിൽ നിങ്ങൾക്ക് ഒരു 6 മാസമൊക്കെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ NHSലോട്ട് മാറാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ NHSന് സ്റ്റാഫിന് വേറെയും കുറേ അലവൻസ് ഉണ്ട്. സിക്ക് പേ ഉണ്ട്, മെറ്റേണിറ്റി ലീവ് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ വേറെ കുറേ ലീവുകൾ, അതായത് കെയറേഴ്സ് ലീവ്, കമ്പാഷണൽ ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് NHS സ്റ്റാഫിന് കുറേ അലവൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും NHS കയറി പറ്റാൻ നോക്കുന്നതാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് എപ്പോഴും നല്ലത്. അല്ലാതെയും ഏത് കോഴ്സ് ചെയ്യുന്നവർക്കായാലും NHSൽ കിട്ടുവാണെങ്കിൽ വളരെ നല്ല കാര്യം. നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈസിലി നമുക്ക് കിട്ടാൻ എളുപ്പമുള്ള ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഔട്ട്ലെറ്റ്സിലൊക്കെ ആയിരിക്കും. അത് മക്ഡൊണാൾഡ്സ്, KFC, ബർഗർ കിങ് ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. പക്ഷെ ബേസിക് പേ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ 8 point something ആണെങ്കിൽ ചിലവിടെ ചിലപ്പോൾ 9 pound ആയിരിക്കും കിട്ടുന്നത്, ചിലവിടത്ത് 10 pound ആയിരിക്കും. ഓരോ ഏരിയനനുസരിച്ചിട്ടും ഓരോ ഷോപ്പിനനുസരിച്ച് അതൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും നമുക്കൊരു 8.3 അല്ലെങ്കിൽ 8.5 അല്ലെങ്കിൽ മാക്സിമം 9 ഇത്രയൊക്കെ നമുക്ക് സാധാരണ കിട്ടുന്നത് ഫുഡ് ഔട്ട്ലെറ്റ്സിലൊക്കെ കിട്ടുവാണെങ്കിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് UK-ൽ 1 year ഡ്രൈവ് ചെയ്യാം. അത് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നാട്ടിൽ നമുക്ക് എന്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫോർമാറ്റിലാണ്, അതിവിടെ UK-ൽ ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് 1 year നമുക്ക് UK-ൽ ഡ്രൈവ് ചെയ്യാം. ഈ 1 yearനുള്ളിൽ നിങ്ങൾ ഇവിടുത്തെ UK-ൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതാണ് എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഡെലിവറി ജോബിന് പോകാൻ പറ്റും. നിങ്ങൾക്ക് ശരിക്കും UK-യുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ജോബ്സ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. സെൽഫ് എംപ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റർടൈനർ ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബ്, നിങ്ങൾക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വയ്ക്കുക. അതൊരു സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ജോബാണ്. അത് നിങ്ങൾ ശരിക്കും ലീഗലി ചെയ്യാൻ ഇവിടെ അലൗഡ് അല്ല. യൂട്യൂബ് ചാനൽ ആർക്ക് വേണമെങ്കിലും തുടങ്ങാൻ കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടുവാണെങ്കിൽ അത് ശരിക്കും ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ഉള്ള ജോബ്സ് നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഡെലിവറി ജോബ്സ് നിങ്ങൾക്ക് പോകാൻ പറ്റും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈറ്റ്, ഊബർ ഈറ്റ്സ് ഇങ്ങനത്തെ ഡെലിവറോ ഈ ജോബ്സ് ഒന്നും ഇവിടെ അലൗഡ് അല്ലായിരുന്നു. ഇതൊക്കെ സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിൽ വരുന്നതായിരുന്നു. ഇപ്പോഴും അത് സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെങ്കിൽ ജസ്റ്റ് ഈറ്റ് നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഈറ്റ് ഡെലിവറി ജോബ്സ് ഇൻ UK അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ വെച്ചിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പം തന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ
ഒരു 2-3 ആഴ്ച എടുക്കും കേട്ടോ, ഓരോ ഫോമും കാര്യങ്ങളൊക്കെ വരണമല്ലോ. പിന്നെ സ്റ്റുഡൻസിന് ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് NI കിട്ടണം, BRP കിട്ടണം. അപ്പോൾ ഒരു മാസം എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് ജോബിൽ കയറാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ഒരു മാസം എന്തായാലും നിങ്ങൾക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ട്. ജസ്റ്റ് ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 20 hours കൂടുതൽ നിങ്ങൾ അലൗഡ് അല്ല. പക്ഷേ 20 hours നിങ്ങൾക്ക് ജസ്റ്റ് ഈറ്റ് അല്ലെങ്കിൽ ഡെലിവറി, ഇങ്ങനത്തെ ഡെലിവറി ജോബ്സിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈറ്റിൻ്റെ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ടൈം സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മളത് വൈസായിട്ട് സെലക്ട് ചെയ്യണം. വീക്കെൻഡ് ആണ് എപ്പോഴും ജസ്റ്റ് ഈറ്റ് തിരക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ 1-2 ആഴ്ച നിങ്ങൾ ആ ഡെലിവറി ജോബ്സിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ്, ഫ്രൈഡേസിലാണ് കൂടുതലും നമുക്ക് ഡെലിവറി ജോബ്സ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ജോബുകൾ പോവുകയാണെങ്കിൽ ഫ്രൈഡേ, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഈ 3 ദിവസങ്ങളിലേക്ക് ആയിട്ട് 20 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുക. ഇതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം വൺസ് ആരെങ്കിലും ഒരാൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഹോം ഓഫീസിൽ കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ ഇന്ന ആൾ ഒത്തിരി ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ ബാൻ ചെയ്യും, UK നിന്ന് നമ്മളെ ഡിപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ റീ എൻട്രി എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തേക്ക് ചിലപ്പോൾ ബാൻ ചെയ്യും. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്തില്ല 20 hours കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ സ്റ്റോർ അസിസ്റ്റൻറ്റ് ജോബ്സ് ഉണ്ട്. അതായത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സ്, ടെസ്കോ, ആസ്ത, മോറിസൺ ഇങ്ങനത്തെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ സ്റ്റോർ അസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ജോബ് വേക്കൻസീസ് ഉണ്ടാവും. സ്റ്റോർ അസിസ്റ്റൻറ്റ് ജോബ്സ് ഇൻ UK അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അങ്ങനത്തെ ജോബ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോമൺ ഡൗട്ടാണ്, ഇന്നർ ലണ്ടനിൽ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഔട്ടർ ലണ്ടനിൽ നിൽക്കുന്നതാണോ കൂടുതൽ നല്ലത്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ്? ഓഫ് കോഴ്സ് ഇന്നർ ലണ്ടനിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത്. കാരണം കമ്പനീസും ആൾക്കാരും ഒത്തിരി എല്ലാം ഉള്ളത് ഇന്നർ ലണ്ടൻ ആണ്. പക്ഷേ സ്റ്റുഡൻറ്റിന് വെച്ച് നോക്കുമ്പോൾ ഇന്നർ ലണ്ടൻ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. സ്റ്റുഡൻസിന് 20 hours വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നർ ലണ്ടനിൽ വന്നെങ്കിലും പെട്ടെന്ന് ജോബ് കിട്ടിയാൽ പോലും നമുക്ക് ഒത്തിരി അവേഴ്സ് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഔട്ടർ ലണ്ടനിൽ അതായത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി നോക്കി ഔട്ടർ ലണ്ടനിൽ എടുത്താലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ UK ഒട്ടുമിക്ക ആൾക്കാർക്കും ജോബ് കിട്ടുന്നുണ്ട്. പാർട്ട് ടൈം ജോബ് കിട്ടാൻ അത്ര വലിയ ഡിഫിക്കൽട്ടി ഇല്ല. പിന്നെ അത്രയ്ക്ക് വലിയ എന്നാ പറയുക, ഒരു കൺട്രി സൈഡിലുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പാർട്ട് ടൈം ജോബിന് ഡിഫിക്കൽട്ടി ഉള്ളൂ. ഇപ്പോൾ അബർഡീനിൽ തന്നെയല്ല ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും പാർട്ട് ടൈം ജോബ് കിട്ടാൻ വലിയ ഡിഫിക്കൽട്ടി വന്നിട്ടില്ല. ഉണ്ടാവും കേട്ടോ, വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാവുമായിരിക്കും, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം നിങ്ങൾ ഔട്ടർ ലണ്ടൻ ഏരിയ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നർ ലണ്ടനിലോട്ട് മാറിക്കോ. കാരണം കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ച കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്നർ ലണ്ടനിലായിരിക്കും കൂടുതൽ ചാൻസസ്, കമ്പനീസ് കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ എന്നോട് ആരെങ്കിലും ഇന്നർ ലണ്ടൻ ആണോ ഔട്ടർ ലണ്ടൻ ആണോ ചൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ കോഴ്സിന് മുന്നേ നിങ്ങൾ ഔട്ടർ ലണ്ടൻ എടുക്കുക. കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്നർ ലണ്ടനിലോട്ട് ജോബ് എവിടെ കിട്ടുന്ന അവിടേക്ക് മൂവ് ചെയ്യാൻ റെഡി ആവും. പിന്നെ സ്കോട്ട്ലൻഡിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ലണ്ടൻ ഏരിയയിലോട്ട് എവിടേക്കെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സ്കോട്ട്ലൻഡിൽ പഠിച്ചാലും വെയിൽസിൽ പഠിച്ചാലും അതായത് UK അതൊക്കെ UKയിൽ വരുന്ന റീജിയൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി ജോബ്സ് അല്ലെങ്കിൽ ക്യാമ്പസ് ജോബ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ലൈബ്രറിയിലൊക്കെ ആണെങ്കിൽ ലൈബ്രറി അസിസ്റ്റൻ്റ് ആയിട്ട്, സെക്യൂരിറ്റി അല്ലെങ്കിൽ കഫറ്റേറിയയിലാണെങ്കിൽ നമുക്ക് സെർവിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ ജോബുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് വന്ന അപ്പം തന്നെ കിട്ടത്തില്ല. ഒരു 5-6 മാസമൊക്കെ സമയം എടുക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പം നിങ്ങൾ തൽക്കാലം ഈസിലി പെട്ടെന്ന് കിട്ടുന്ന ഏത് ജോബാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പൈസ നോക്കേണ്ട കാര്യമില്ല. ആദ്യം ഏത് ജോബ് പെട്ടെന്ന് കിട്ടുന്നോ അതിൽ നമ്മൾ ആദ്യം കയറുക. വൺസ് ഏതെങ്കിലും ഒരു ജോബിൽ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ 2-3 മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസം എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറി മാറി ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുന്നത് എപ്പോഴും നല്ലത്. കാരണം UK കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഇതുപോലെ തന്നെ വെയർ ഹൗസസ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ സ്റ്റോഴ്സിൽ കറീസ്, PC വേൾഡ് എന്നൊക്കെ പറഞ്ഞ ഇലക്ട്രോണിക് ഷോപ്പുകൾ അങ്ങനത്തെയൊക്കെ ഷോപ്പുകളിലൊക്കെ കുറേ വേക്കൻസീസ് വരാറുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. അവിടെയൊക്കെ കിട്ടിയാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒത്തിരി നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. കാരണം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഒത്തിരി വരുന്നുണ്ട്. വെയർ ഹൗസ് ജോബിനെ പറ്റിയല്ല പറയുന്നത്. വെയർ ഹൗസിൽ കൂടുതൽ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരും. ഈ നൈറ്റ് ഷിഫ്റ്റ് നമുക്ക് എക്സ്ട്രാ അലവൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മണി വൈസിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻകം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും വെയർ ഹൗസ് ജോബ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ആപ്പിളിൻ്റെ ഷോറൂം അല്ലെങ്കിൽ കറീസ്, PC വേൾഡ് അങ്ങനത്തെയൊക്കെ ഷോറൂമിൽ നിൽക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടെ നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്തുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കറീസിൽ ഒരു TV ഷോറൂമിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഇലക്ട്രോണിക് ഐറ്റത്തെ പറ്റി നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോണി ഉണ്ട്, സാംസങ് ഉണ്ട്. അവർ ആദ്യം ചോദിക്കുക സോണിയുടെ ഈ ടി വി എടുക്കാനും ഈ രണ്ട് ടി വി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇത് ചൂസ് ചെയ്യാനായിട്ട്, അതായത് സോണി ചൂസ് ചെയ്യാൻ എന്തിന്, വൈ ഷുഡ് ഐ ചൂസ് സോണി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ആൻസറബിൾ ആയിരിക്കണം. പിന്നെ കൺട്രി സൈഡിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഫാമുകളിൽ പിക്കിംഗ് ആൻഡ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾസ് പിക്ക് ചെയ്യാൻ പാക്ക് ചെയ്യാൻ അങ്ങനത്തെ ജോബ്സ് കിട്ടും. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ക്ലോസ് ആയിരിക്കത്തില്ല. പക്ഷേ മിക്ക ഫാമുകളിൽ നിന്ന് പറഞ്ഞാൽ അവർ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യും. അപ്പം നിങ്ങളെ അവിടേക്ക് ഫാമിലോട്ട് കൊണ്ടുപോകും, ജോബ് കഴിഞ്ഞുമ്പോൾ നിങ്ങളെ കൊണ്ടാക്കും. പക്ഷെ അത് കൺട്രി സൈഡിലോട്ട് മൂവ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ളൊരു ജോബല്ല. പക്ഷെ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നാട്ടിലിപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ കുറച്ചൊക്കെ ത്രെഡിങ്ങും കുറച്ച് ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളൊക്കെ അറിയാവുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടുതലും ഗേൾസിനായിരിക്കും. ഇപ്പോൾ ബോയ്സും ചെയ്യുന്നുണ്ട്, എന്നാലും കൂടുതലും ഗേൾസ് ആയിരിക്കും അങ്ങനത്തെ ജോബൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ത്രെഡിംഗ് ഒക്കെ അറിയാമെങ്കിൽ, ത്രെഡിങ് മാത്രം അറിഞ്ഞാൽ പോലും ഇവിടെ നമുക്ക് സൂപ്പർ ഡ്രഗ് പോലത്തെയുള്ള സ്റ്റോഴ്സിലൊക്കെ നമുക്ക് ത്രെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് ആൾക്കാരെ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. സ്റ്റുഡൻസിനൊക്കെ അവർ ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരു അവറിൽ 10 അല്ലെങ്കിൽ 11 പൗണ്ടൊക്കെ വെച്ച് കിട്ടുന്നതാണ്. എനിക്ക് പറഞ്ഞതിന് മുമ്പ് കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പ്രിപ്പറേഷൻ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസം നമ്മൾക്കൊരു ടൈം ഉണ്ട്. വെയിറ്റിംഗ്, വിസ പ്രോസസ്സിങ്, ഇവിടുത്തെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് എന്തായാലും ഒരു 3-4 മാസം സമയമുണ്ടല്ലോ. ഈ 4 മാസം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇവിടുത്തെ ജോബ് ഹണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ത്രെഡിങ് ഇഷ്ടമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ 2-3 മാസത്തെ കോഴ്സ് ചെയ്ത് ത്രെഡിങ് ഒക്കെ പഠിച്ചിട്ട് വരാണെങ്കിൽ ഇവിടെ ആ ജോബ് ചെയ്യാം, ഈസി ആയിട്ട് നമുക്കത് കിട്ടുന്നതാണ്. അതുപോലെ കെയർ ഹോമുകളിലൊക്കെ വലിയ ഡിഫിക്കൽട്ടി ഇല്ല ഇവിടെ കിട്ടാനായിട്ട്. എന്നാലും വോളണ്ടറി ആയിട്ടായാലും 1-2 മാസം നാട്ടിൽ എവിടെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു സി വി വെക്കുമ്പോൾ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് വെക്കുവാണെങ്കിൽ എപ്പോഴും അതൊരു പ്രിഫറൻസ് ആണ്. ഇപ്പോൾ ഏത് ജോലിക്കായാലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കാണുവാണെങ്കിൽ അവർക്കല്ലേ മുൻതൂക്കം കൊടുക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ ആപ്പിൾ ഷോറൂമിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഷോപ്പുകളിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഏത് ജോബിനായാലും കമ്പ്യൂട്ടർ സ്കിൽസും മസ്റ്റാണ്. മിക്ക ജോബുകൾക്കും കമ്പ്യൂട്ടർ സ്കിൽസും മസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അതൊരു എസെൻഷ്യൽ തിങ് ആണ്. അപ്പോൾ ചെറിയ ഇപ്പോൾ 2 months അല്ലെങ്കിൽ 3 months കമ്പ്യൂട്ടർ കോഴ്സുകൾ ഉണ്ടാവുമല്ലോ, ചെറിയ കോഴ്സുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സി വിയിൽ ഇന്ന കോഴ്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കും നിങ്ങളുടെ സി വി. അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ഇംഗ്ലീഷ് നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ഇവിടെ വന്ന് ആൾക്കാരൊക്കെ ഇട്ട് ഇൻട്രാക്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ആവും. പക്ഷെ നമ്മൾ അതിന് എഫേർട്ട് ഇടണം. കാരണം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിട്ട് മാത്രമാണ് മിങ്കിൾ ചെയ്യണേ. നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് സർക്കിളിൽ, ഫ്രണ്ട് സർക്കിളിൽ മാത്രം പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കെയർ ഹോമുകളിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ കൂടുതലും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് അത്ര ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തില്ല. പക്ഷേ ഡേ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റെസിഡൻസിന് നമ്മളോട് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അതിപ്പോൾ ആരോടെന്നില്ല, അവർക്ക് ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ കിട്ടുകയാണെങ്കിൽ വളരെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി ഏറ്റവും നല്ലൊരു ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും സംസാരിക്കാം, അവർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നോളൂ. പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്ത് ജോബ് നിങ്ങൾ ചെയ്യുന്നോ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. മിസ്റ്റേക്ക് വരുന്ന വെച്ചാൽ ഇവിടെ പേടിക്കേ വേണ്ട. ഇപ്പം നാട്ടിൽ ഒരാൾ ഇവിടുത്തെ ഒരാൾ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ തപ്പലൊക്കെ വന്നാൽ നമ്മൾ ഭയങ്കര ക്യൂട്ടായിട്ടാണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക, അവർ മലയാളം പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെയാണ് ഇവിടെ. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ എത്ര തപ്പൽ വന്നാൽ പോലും ഇവർ ഒരിക്കലും കളിയാക്കി ചിരിക്കുകയോ അങ്ങനെ ഒരു എന്താ പറയുക എംബാരസ് ആവേണ്ട ഒരു കാര്യമേ ഇല്ല. അവരെപ്പോഴും ഇപ്പം ഞാൻ വന്ന സമയത്തായാലും ഇപ്പോഴായാലും ചോദിക്കും, എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലൊരു ഇംഗ്ലീഷൊന്നും അല്ല, എന്നാൽ പോലും അവരിങ്ങനെ ചോദിക്കും, നീ എങ്ങനെ ഇത്ര നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയണം, നീ എവിടെ നിന്നാ പഠിച്ചേ, ഇങ്ങനെ അവരിങ്ങനെ ഭയങ്കര അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര സർപ്രൈസിങ് ആണ്. കാരണം വേറൊരു ഭാഷ സംസാരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും മിസ്റ്റേക്ക് വരും എന്ന് വിചാരിച്ച് മടി വിചാരിച്ച് സംസാരിക്കാതിരിക്കരുത്. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞേക്കുക, മിസ്റ്റേക്ക് വന്നോട്ട് കുഴപ്പമില്ല, ഇവരാരും അത് ബോധർ ചെയ്യാനേ പോകുന്നില്ല. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സി വി. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള തിങ്ങാണ്. കാരണം ഇപ്പം നമ്മൾ ഏത് ജോബിന് നമ്മൾ അപ്ലൈ ചെയ്താലും നമ്മളെ കാണുന്നതിന് മുന്നേ ഒരു എംപ്ലോയർ കാണുന്ന പറഞ്ഞാൽ നമ്മുടെ സി വി ആണ് കാണുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. അപ്പം നമ്മുടെ സി വിയിൽ നിന്നാണ് അവർക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുന്നത്.
അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഡിഗ്രി കോഴ്സൊക്കെ ചെയ്യണവർക്കാണെങ്കിൽ +2 കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അവർക്ക് അത്ര CV-യിൽ വെക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങളൊന്നും കാണത്തില്ല. സ്കൂളിലൊക്കെ പഠിച്ചതിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലാതെ കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല. അപ്പോൾ അതിനാണ് എപ്പോഴും ഞാൻ പറഞ്ഞ കുറച്ച് ഒരു 2-3 മാസത്തെ ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് വെക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ CV-യിൽ നിങ്ങളുടെ സ്ട്രെങ്ത് മെൻഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ സ്ട്രെങ്ത് വീക്ക്നെസ് ചോദിക്കും. അതൊരു യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണ്. മിക്ക ഇൻ്റർവ്യൂസിൽ തന്നെ വീക്ക്നെസ് ഒക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്തായാലും എനിക്കൊരു വീക്ക്നെസ് ഇല്ലയെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പോൾ നമ്മളൊരു വീക്ക്നെസ് പറയുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ എന്തൊക്കെ രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യണേ എന്നുള്ള അതും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. അപ്പോൾ നല്ലൊരു CV ഉണ്ടാക്കുക. അത് നാട്ടിൽ നിന്ന് തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 80% നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചേക്കുക. പക്ഷേ നാട്ടിൽ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് ഒന്നും എടുത്തിട്ട് വരാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വന്നിട്ട് പിന്നെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ ആഡ് ചെയ്യണം, പിന്നെ ഇവിടെ വന്ന് സിമ്മൊക്കെ എടുത്ത് മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ നാട്ടിൽ നമുക്ക് കോപ്പിയൊന്നും എടുത്തിട്ട് വരാൻ പറ്റത്തില്ല. പക്ഷേ ഓൾമോസ്റ്റ് CV റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെ ചെയ്താൽ മതി. എന്നിട്ട് കൂടുതലും തന്നെ എല്ലാ ജോബും നമുക്ക് ഓൺലൈനിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ചില ജോബുകൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മൾ കയ്യിൽ വെക്കുക, കോപ്പീസ് വെക്കുക, എന്നിട്ട് ഓരോ ഷോപ്പിൽ നിങ്ങളുടെ CV അങ്ങ് കൊടുത്തേക്കുക. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ചോട്ടെ. ഈ ഷോപ്പുകളിലാട്ടെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എന്നാ പറയാം, ചെറിയ ചെറിയ ഷോപ്പുകളിൽ, അല്ലാതെ വലിയ ഷോപ്പുകളിലും ഇപ്പോൾ NHS പോലത്തെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രോപ്പർ ഓൺലൈൻ, അതായത് ഇൻ്റർവ്യൂ പ്രോസസ്സിൽ കൂടെ മാത്രമേ നമ്മൾക്ക് ഒരു എംപ്ലോയർ അവർ അപ്പോയിൻറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ക്യാഷ് ഇൻ ഹാൻഡ് ജോബുകൾ അങ്ങനത്തെ ടൈപ്പ് ഷോപ്പുകളിലൊക്കെയാണ് നമ്മൾ ചുമ്മാ CV കൊടുത്താൽ മതി. അവർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. റെഫറൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്. അത് ഇപ്പോൾ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ റെഫറൻസ് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് വഴി നമുക്ക് വരുമ്പോൾ തന്നെ ചിലപ്പോൾ വല്ല ഷോപ്പുകളിലൊക്കെ നമുക്ക് ജോബിന് കിട്ടും. പക്ഷേ എവിടെ നിന്നാലും നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് വേറെ സ്ഥലത്തേക്ക് പ്രോഗ്രസ് ചെയ്ത് അങ്ങ് പോവാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കണം. പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡൗട്ടാണ്, നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഫീസ് പേ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് മാസ്റ്റേഴ്സ് കോഴ്സ് ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഫീസ് നമുക്ക് പേ ചെയ്യാൻ പറ്റും. പിന്നെ അത് എന്ത് ജോബ് കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഇരിക്കും. എന്നാൽ പോലും ആ ഒരു 1 ഇയർ കൊണ്ട് നമുക്ക് അത്രയ്ക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമുക്ക് 2 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ടല്ലോ. അപ്പോൾ ആ 2 ഇയർ സ്റ്റേ ബാക്ക് കൊണ്ട് നമുക്ക് ഫീസും കുറച്ച് സേവിങ്സും നമുക്ക് എന്തായാലും പിടിക്കാം, 3 ഇയർ ഉള്ളതുകൊണ്ട്. പക്ഷേ ഒരു ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ ഡിഗ്രിക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം കോഴ്സാണ്. അപ്പോൾ അവരുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മാസ്റ്റർ ചെയ്യുന്ന ആൾ ഒരു ആവറേജ് ഒരു 12 ലക്ഷത്തിൻ്റെ കോഴ്സ് ചെയ്യണമെങ്കിൽ ഡിഗ്രിക്ക് എന്ന് പറഞ്ഞാൽ 30 അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ആവുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ 3 വർഷം കൊണ്ട് ഉണ്ടാക്കാം. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസമൊക്കെ ഹോളിഡേ കിട്ടുന്നുണ്ട്. ഹോളിഡേയ്സിൽ നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. 20 മണിക്കൂറല്ല, നമുക്ക് 6 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ വർക്ക് ചെയ്യാം. അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് ഹോളിഡേയ്സിൽ കുറച്ച് കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ അത് എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമെന്ന്. കാരണം നിങ്ങൾ എന്തോരം വർക്ക് ചെയ്യണതിനെ ഡിപ്പെൻഡ് ചെയ്തും നിങ്ങൾ ഏത് ജോബ് എടുക്കുന്നതിനനുസരിച്ചൊക്കെ ഇരിക്കും. എന്നാലും ഒരു സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഫീസ് കുറേയൊക്കെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഒത്തിരി സേവിങ്സ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ, പക്ഷേ ഫീസൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട് ടൈം ജോബിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി ഞാൻ വിചാരിക്കണം. ഇനി കൂടുതൽ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.